ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പലരും പാതി വഴിയിലെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചവരായിരിക്കും. അതിൽ ചിലർ വീണ്ടും വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യും, ചിലരത് കണ്ടിന്യൂ ചെയ്യും. എൻ്റെ ഒരു അനുഭവം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും എന്നോട്, എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന പിള്ളേരൊക്കെ എന്നോട് ചോദിക്കും, മായ നീ ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു വിഷമം പോലെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ആ പഠിച്ച സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് ഞാൻ മാറി 8ാം ക്ലാസ്സിലെത്തുന്നു. അതായത് എൻ്റെ കൂട്ടുകാരിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കോൺവെൻറ്റ് സ്കൂളിലേക്ക് കയറി. ഞാൻ അവിടെ ചെന്ന് ചേർന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഞാൻ ആ സ്കൂളിലേക്ക് പോയത്. അവിടെ ചെന്ന് പിന്നെ എൻ്റെ മാർക്ക് കുറേയാണ് ചെയ്തത്. അതായത് ഡിസ്റ്റിങ്ഷൻ വരെ എത്തിയിരുന്നത് ഞാൻ പിന്നീട് ഫസ്റ്റ് ക്ലാസ്സായി. എനിക്ക് SLCക്ക് ഫസ്റ്റ് ക്ലാസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നാൽ ഞാൻ മുമ്പ് എന്നെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാരായാലും കുട്ടികളായാലും എന്നെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കും എന്താ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വിചാരിച്ചു, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയുള്ള ചോദ്യങ്ങളൊക്കെ കേട്ടു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് എനിക്ക് പഠിച്ചോളൂ, എനിക്ക് ബുദ്ധിയൊക്കെ ഉള്ള കുട്ടിയല്ലേ, പഠിക്കാനൊക്കെ എന്താ പ്രശ്നം? അങ്ങനെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കാര്യമായ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്നാലും ഞാൻ വിചാരിച്ചു എന്നാലും പഠനം തുടരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീട്ടുകാരൊന്നും അങ്ങനെ പ്രശ്നമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ വീണ്ടും എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ അന്ന് നാട്ടിലെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാർ പഠിക്കാൻ പോകാമെന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സമൂഹത്തിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാനാണെന്ന് തോന്നുന്നുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഏറ്റവും ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പോയ ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. പഠിക്കാൻ പോയി. പല ബുദ്ധിമുട്ടുകളും ഞാൻ നേരിടേണ്ടി വന്നു, പലതരത്തിലുള്ള അപമാനങ്ങളും നേരിടേണ്ടി വന്നു. എന്നിട്ട് അതിനൊക്കെ തരണം ചെയ്ത് എനിക്ക് മകളുണ്ട് കേട്ടോ. ആ സമയത്ത് മകളുണ്ട്. ചെറിയ കുട്ടിയാണ്. അവൾ ജനിച്ച് കുറച്ച് ദിവസം അധികം പ്രായം ഉണ്ടായിട്ടുണ്ടെങ്കിലും. അപ്പോൾ അവളെ നോക്കണം. അതുപോലെ എൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നില്ല. അമ്മ അവളെ നോക്കാൻ തയ്യാറായി. അതുപോലെ തന്നെ എനിക്ക് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഡിഗ്രി എടുത്തു, B.Ed എടുത്തു, സ്കൂളിൽ കയറി. അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്തു. പിന്നീട് അവൾ ഒരു നിലയിലെത്തിയ ശേഷമാണ് ഞാൻ പിന്നെ MA എടുത്തു. ഇപ്പം ഞാൻ LLB കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ തന്നെ സ്കൂൾ ടീച്ചറുടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതം. അപ്പോൾ നമ്മളിൽ പലർക്കും പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. പക്ഷെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ പഠിക്കാമെന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമൂഹത്തിൽ അതിൻ്റെ പേരിൽ നമുക്ക് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് കുറവ് എനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിൽ നിന്ന് നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങൾ ഫോം പൂരിപ്പിക്കുക, സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നമുക്ക് പോകേണ്ടി വരും. ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യേണ്ടി വരുമ്പോഴായാലും അതുപോലെ തന്നെ ഒറ്റയ്ക്കുള്ള പല ഫോമുകളൊക്കെ പൂരിപ്പിക്കാണ്ടും ആപ്ലിക്കേഷൻ ചെയ്യുന്നു. നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ആ സമയത്ത് വളരെയധികം സഹായിക്കും. ഇന്ന് ഞാൻ നാട്ടിൽ നിന്ന് ബോംബെക്ക് ഒറ്റയ്ക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് നാട്ടിലേക്ക് അതുപോലെ തന്നെ വിദേശ രാജ്യത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒറ്റയ്ക്കുള്ള യാത്ര തന്നെയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ വിദ്യാഭ്യാസമാണ് എന്നെ സഹായിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യുള്ളൂ. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ മാത്രം സന്തോഷമായിരിക്കും. എനിക്ക് ഓരോ റിസൾട്ട് വരുമ്പോഴും നല്ല റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുള്ള ആളാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ കല്യാണം കഴിഞ്ഞു. എനിക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് അധികം മാർക്ക് ഉണ്ടായിരുന്നില്ല. SLCക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നി മാർക്ക് വളരെ കുറവാണ്. ടീച്ചർ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ സംഭവം. സ്കൂളിലൊക്കെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ ഇത്രയും മാർക്ക് കുറവ്, ടീച്ചർക്ക് ഇത്ര മാർക്ക് കുറവാണെന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ ഞാൻ വിചാരിച്ചത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്തു. എനിക്ക് 82% മാർക്ക് ഉണ്ടായിരുന്നു സീനിയർ സെക്കൻഡറിയുടെ എക്സാമിന്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം കോൺഫിഡൻസ് നൽകിയൊരു സംഭവമാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഏത് തരത്തിൽ ഇന്നത്തെ കാലത്ത് പ്രായം ഒന്നിനൊരു പ്രശ്നം, പഠിക്കുന്നതിനൊരു പ്രശ്നമില്ല. ആർക്കും എപ്പോഴും വേണമെങ്കിൽ വിദ്യാഭ്യാസം തുടരാം. നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷം, അതിൻ്റെ പേരിൽ അതും മൂലം നേടിയെടുക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്കുള്ള യാത്രയിലായാലും മറ്റുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ അപേക്ഷ വയ്ക്കാനോ എന്ത് കാര്യത്തിനായാലും നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ വളരെയധികം പിന്തുണയ്ക്കും. അപ്പം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും.